ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യസ് ലേണിംഗ്. ഇന്ന് മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ 11ാമത്തെ ഡേ ആണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ഭരണഘടനാ നിർമ്മാണ സഭ ഏത് വർഷമാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്? 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26-നാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ലിപി എന്നിവയുടെ സംരക്ഷണം ഏതു മൗലികാവകാശത്തിൻ്റെ കീഴിൽ വരുന്നതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ലിപി എന്നിവയുടെ സംരക്ഷണം ഏതു മൗലികാവകാശത്തിൻ്റെ കീഴിൽ വരുന്നതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്നത് ഭരണഘടനയിലെ ഏതു ഭാഗത്താണ്? ഭാഗം 4. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4-ലാണ് വരുന്നത്. ഇനി അടിയന്തരാവസ്ഥ കാലത്തും നിഷേധിക്കാൻ പാടില്ലാത്ത മൗലികാവകാശം ഏതാണ്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം. അടിയന്തരാവസ്ഥ കാലത്തും നിഷേധിക്കാൻ പാടില്ലാത്ത മൗലികാവകാശമാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം. ഇനി ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടത്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണജാഥ സംഘടിപ്പിച്ചത്. ഇനി ഏത് ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കുന്നത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കുന്നത്. പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏത് ഭരണാധികാരിയാണ്? പഴശ്ശിരാജ. പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. ഇനി മലബാർ കലാപം നടന്ന താലൂക്കുകളാണ് പൊന്നാനി, ഏറനാട്, വള്ളുവനാട്. മലബാർ കലാപം നടന്ന താലൂക്കുകളാണ് പൊന്നാനി, ഏറനാട്, വള്ളുവനാട്. ഇനി പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1916 പാലക്കാട്ടാണ്. പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1916 പാലക്കാട്ടാണ്. പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ആനി ബെസൻ്റാണ്. പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷയാരാണ്? ആനി ബെസൻ്റാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകളാണ് പറഞ്ഞത്. പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1916 പാലക്കാട്ടാണ്. അധ്യക്ഷ ആരായിരുന്നു? ആനി ബെസൻ്റ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്: 1. ഉപ്പു നികുതി എടുത്തു കളയുക. കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക. അപ്പോൾ സിവിൽ നിയമന ലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ്: ഉപ്പു നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ഘടകങ്ങൾ ഏതെല്ലാം? ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ഘടകങ്ങളാണ്: ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ. സ്വരാജ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്: CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 രൂപവൽക്കരിച്ച സംഘടനയാണ് സ്വരാജ് പാർട്ടി. 2. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായി രൂപവൽക്കരിച്ച സംഘടന. 3. നിയമനിർമ്മാണ സഭകളെ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാകണം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായി രൂപവൽക്കരിച്ച സംഘടനയാണ് സ്വരാജ് പാർട്ടി. അപ്പോൾ സ്വരാജ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എന്തൊക്കെയാണ്? 1. CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 രൂപവത്കരിച്ച സംഘടനയാണ് സ്വരാജ് പാർട്ടി. 2. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമരരീതിയോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായി രൂപവൽക്കരിച്ച സംഘടന. 3. നിയമനിർമ്മാണ സഭകളെ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാകണം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായി രൂപവത്കരിച്ച സംഘടനയാണ് സ്വരാജ് പാർട്ടി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപവത്കരിച്ച വർഷം 1934. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപവത്കരിച്ച വർഷമാണ് 1934. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി വാഞ്ചി അയ്യർ.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടതാരാണ്? ജവഹർലാൽ നെഹ്റു. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? വി.പി. മേനോനാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വി.പി. മേനോൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപവത്കരിക്കാൻ തീരുമാനിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1920 നാഗ്പൂർ സമ്മേളനം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപവത്കരിക്കാൻ തീരുമാനിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1920 നാഗ്പൂർ സമ്മേളനം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളാണ് ഫസൽ അലി, കെ.എം. പണിക്കർ, എച്ച്.എൻ. കുൻസ്രു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളാണ് ഫസൽ അലി, കെ.എം. പണിക്കർ, എച്ച്.എൻ. കുൻസ്രു. വിഭജനകാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമയുടെ സംവിധായകനാണ് പമേല റൂക്സ്. വിഭജനകാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമയുടെ സംവിധായകനാണ് പമേല റൂക്സ്. ഇനി താഴെ പറയുന്നവയിൽ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നവയാണ് പത്കായി ബൂം, നാഗാ കുന്നുകൾ, മീസോ കുന്നുകൾ. കിഴക്കൻ മലനിരയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? പത്കായി ബൂം, നാഗാ കുന്നുകൾ, മീസോ കുന്നുകൾ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എത്രയാണ്? 6000 മീറ്റർ ആണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്റർ ആണ്. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെഥീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നു വന്ന് രൂപപ്പെട്ടുവെന്ന് കരുതപ്പെടുന്ന ഭൂവിഭാഗമേത്? ഹിമാലയം. എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെഥീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നു വന്ന് രൂപപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഭൂവിഭാഗമാണ് ഹിമാലയം. ശബരി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി. ശബരി ഗോദാവരിയുടെ പോഷക നദിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. പെരിയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? മുല്ലയാർ, ചെറുതോണിയാർ, ഇടമലയാർ, മുതിരപ്പുഴ. മുല്ലയാർ, ചെറുതോണിയാർ, ഇടമലയാർ, മുതിരപ്പുഴ. നിള എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. നിള എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 2010. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 2010. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം മംഗളവനം പക്ഷിസങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം മംഗളവനം പക്ഷിസങ്കേതം. കേരളത്തിലെ നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി. കേരളത്തിലെ നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി. ചന്ദ്രലക്ഷ എന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. ചന്ദ്രലക്ഷ എന്നത് തെങ്ങിൻ്റെ സങ്കര ഇനമാണ്. 2024 ഹരിവരാസന പുരസ്കാര ജേതാവാര്? പി.കെ. വീരമണിദാസൻ. 2024 ഹരിവരാസന പുരസ്കാര ജേതാവാണ് പി.കെ. വീരമണിദാസൻ. സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേവാസ്. സേവാസിൻ്റെ പൂർണ്ണ രൂപം എന്ത്? സെൽഫ് എമർജിംഗ് വില്ലേജ് ത്രൂ അഡ്വാൻസ്ഡ് സപ്പോർട്ട്. സെൽഫ് എമർജിംഗ് വില്ലേജ് ത്രൂ അഡ്വാൻസ്ഡ് സപ്പോർട്ട്. എന്താണ് ചോദ്യം? സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേവാസ്. സേവാസിൻ്റെ പൂർണ്ണരൂപമാണ് സെൽഫ് എമർജിംഗ് വില്ലേജ് ത്രൂ അഡ്വാൻസ്ഡ് സപ്പോർട്ട്. ഏത് പ്രശസ്ത മലയാള കവിയുടെ 100ാം ചരമവാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? കുമാരനാശാൻ. വാഹനാപകടങ്ങളിൽ പെടുന്നവരെ രക്ഷിക്കാനായി 2017 സോഫ്റ്റ് എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്?
വാഹനാപകടങ്ങളിൽ പെടുന്നവരെ രക്ഷിക്കാനായി 2017 സോഫ്റ്റ് എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? അപ്പോൾ സോഫ്റ്റിൻ്റെ ഫുൾ ഫോം സേവ് അവർ ഫെലോ ട്രാവലർ. ഇപ്പോൾ 2017 സോഫ്റ്റ് എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? കേരളം. ജമ്മു കാശ്മീരിലെ രജൗറി, പൂഞ്ച് മേഖലകളിലെ ഭീകരാക്രമണങ്ങൾക്കെതിരെ കരസേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സർവശക്തി. ജമ്മു കാശ്മീരിലെ രജൗറി, പൂഞ്ച് മേഖലകളിലെ ഭീകരാക്രമണങ്ങൾക്കെതിരെ കരസേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സർവശക്തി. നിലവിലെ ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രി ആര്? ഗബ്രിയേൽ അഡൽ. നിലവിലെ ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രി ഗബ്രിയേൽ അഡൽ. 2024 സൗദി അറേബ്യയുടെ സൗദി ടെന്നീസ് ഫെഡറേഷൻ്റെ അംബാസഡറായി നിയമിതനായ കായിക താരം റാഫേൽ നദാൽ. 2024 സൗദി അറേബ്യയുടെ സൗദി ടെന്നീസ് ഫെഡറേഷൻ്റെ അംബാസഡറായി നിയമിതനായ കായിക താരം റാഫേൽ നദാൽ. 2022 പത്മവിഭൂഷൺ ലഭിച്ച പ്രഭ ആത്രേ എന്ന വ്യക്തി 2024 ജനുവരിയിൽ അന്തരിച്ചു. ഏത് മേഖലയിൽ പ്രസിദ്ധയായിരുന്നു പ്രഭ ആത്രേ? ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ. പ്രഭ ആത്രേ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയായിരുന്നു. ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 12. ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ജനുവരി 12. 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 80. 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 80. ഭൂമിയിൽ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ധ്രുവങ്ങളിൽ. ഭൂമിയിൽ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിൽ. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂറോൺ. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂറോൺ. മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് സുഷുമ്ന. ശരിയായ പ്രസ്താവനകളാണ്. മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് സുഷുമ്ന. സുഷുമ്നയെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് സുഷുമ്ന. സുഷുമ്നയെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നോർമൽ അളവ് എത്രയാണ്? 70-110 mg/100 ml. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നോർമൽ അളവാണ് 70-110 mg/100 ml. ഇനി ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങളാണ് കൂടിയ ശരീര താപനില, കൂടിയ ഹൃദയമിടിപ്പ്, ശരീരഭാരം കുറയുക, വൈകാരിക പ്രക്ഷുബ്ധത. ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങളാണ് കൂടിയ ശരീര താപനില, കൂടിയ ഹൃദയമിടിപ്പ്, ശരീരഭാരം കുറയുക, വൈകാരിക പ്രക്ഷുബ്ധത. ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികൾ ഏതെല്ലാം രീതികളിലാണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? 1. ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. 2. ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. 3. മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികൾ ഏതെല്ലാം രീതികളിലാണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? 1. ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. 2. ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. 3. മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ്. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ഏതാണ്? ന്യൂമോകോണിയോസിസ്. ഇനി ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? 1. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. തൊണ്ടമുള്ളു എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്: മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. 2. തൊണ്ടമുള്ളെന്നും അറിയപ്പെടുന്നു. ഏത് രോഗം തടയുന്നതിനാണ് ബാസില്ലസ് കാൽമെറ്റുഗുറിൻ അഥവാ BCG വാക്സിൻ നൽകുന്നത്? ക്ഷയം. ഏത് രോഗം തടയുന്നതിനാണ് ബാസില്ലസ് കാൽമെറ്റുഗുറിൻ അഥവാ BCG വാക്സിൻ നൽകുന്നത്? ക്ഷയം. ഇനി ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണമാണ് വട്ടച്ചൊറിയും അത്ലറ്റ്സ് ഫൂട്ടും. ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണമാണ് വട്ടച്ചൊറിയും അത്ലറ്റ്സ് ഫൂട്ടും.
ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നടപ്പിലാക്കുന്ന താലോലം പദ്ധതി ആരംഭിച്ച വർഷം 2010. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നടപ്പിലാക്കുന്ന താലോലം പദ്ധതി ആരംഭിച്ചത് 2010. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ചികിത്സാ സഹായവും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നതിനായി 2018 നവംബർ 1 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആവാസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ചികിത്സാ സഹായവും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നതിനായി 2018 നവംബർ 1 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആവാസ്. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദ്രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദ്രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം 2008. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം 2008. ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7. ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. കേരള കലാമണ്ഡലത്തിൻ്റെ നിലവിലെ വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ. കേരള കലാമണ്ഡലത്തിൻ്റെ നിലവിലെ വൈസ് ചാൻസലറാണ് ബി അനന്തകൃഷ്ണൻ. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പി സി ഗോപാലൻ. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പി സി ഗോപാലൻ. കേരളത്തിൽ നിന്ന് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വനിതാ കായിക താരമാണ് പി ടി ഉഷ. കേരളത്തിൽ നിന്ന് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വനിതാ കായിക താരമാണ് പി ടി ഉഷ. 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി ആര്? സി അച്യുതമേനോൻ. 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. 2023 ഡിസംബറിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അയോധ്യ. 2023 ഡിസംബറിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അയോധ്യ. കേരള വനംവകുപ്പിൻ്റെ കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. കേരള വനംവകുപ്പിൻ്റെ കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. കേരളത്തിൽ ആദ്യമായി യൂറേഷ്യൻ നീർനായയെ കണ്ടെത്തിയത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. കേരളത്തിൽ ആദ്യമായി യൂറേഷ്യൻ നീർനായയെ കണ്ടെത്തിയത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. 2023 രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സുകൃത പോൾ കുമാർ. 2023 രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സുകൃത പോൾ കുമാർ. പ്രഥമ ലോക ഒഡിയ ഭാഷാ സമ്മേളനത്തിൻ്റെ വേദി ഭുവനേശ്വർ. പ്രഥമ ലോക ഒഡിയ ഭാഷാ സമ്മേളനത്തിൻ്റെ വേദി ഭുവനേശ്വർ. PM വിശ്വകർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ. PM വിശ്വകർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ. പുൽമേടുകളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി അച്ച്പാടി കൺസർവേഷൻ റിസർവ് നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര. പുൽമേടുകളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി അറ്റ്പാടി കൺസർവേഷൻ റിസർവ് നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര. 2024 ജനുവരിയിൽ ഐൻസ്റ്റൈൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് ചൈന. 2004 ജനുവരിയിൽ ഐൻസ്റ്റൈൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് ചൈന. 2023 ഓടക്കുഴൽ അവാർഡ് നേടിയ സാഹിത്യകാരൻ PN ഗോപികൃഷ്ണൻ. 2023 ഓടക്കുഴൽ അവാർഡ് നേടിയ സാഹിത്യകാരൻ PN ഗോപികൃഷ്ണൻ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.